إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ചതായ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കുൻതു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഹിമാർ. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്തു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ മുആദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, യാ മുആദ്, അല്ലയോ മുആദേ, അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. അല്ലയോ മുആദ്, അങ്ങേക്കറിയുമോ അള്ളാഹുവിനോട് ഒരടിമക്കുള്ള ബാധ്യതയും അതുപോലെ തന്നെ അള്ളാഹുവിന് ഒരടിമയോടുള്ള ഹക്ക് എന്താണെന്ന് നിനക്കറിയുമോ എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. ഖാല ഖുൽതു അല്ലാഹു വറസൂലുഹു അഅലം. അവിടുന്ന് മറുപടി പറഞ്ഞു, അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്കുമാണ് കാര്യങ്ങൾ അറിയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ സഹോദരങ്ങളെ, ആ സഹാബിയുടെ മര്യാദ. അറിയാത്ത കാര്യമാണ് എങ്കിൽ അത് അറിയില്ല എന്ന് പറയുക അത് അറിവുള്ള ആളുകളുടെ ലക്ഷണമാണ്. കാരണം അള്ളാഹുവിന്റെ ദീനിൽ അറിവില്ലാതെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ശിർക്കിനേക്കാൾ ഗൗരവമുള്ള തിന്മയായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ അറിവില്ലാത്തത് പറയുക എന്നുള്ളത് വൻ പാപങ്ങളിൽ പെട്ടതാണ്. ആ സഹാബി അവിടുന്ന് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവിനും റസൂലെ അങ്ങേക്കുമാണ് അറിയുന്നത്. ഖാല ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി അൻ യഅബ്ദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം അള്ളാഹുവെ മാത്രം ഇബാദത്ത് ചെയ്യണം. അവന്റെ എല്ലാ സൽക്കർമ്മങ്ങളും അത് അള്ളാഹുവിന് മാത്രമായിരിക്കണം. അതാണ് ഒരടിമയുടെ മേൽ ബാധ്യത. അൽഹംദുലില്ലാ, എളുപ്പമാണ്. ഒരു മുവഹിദിന് അവന്റെ ആരാധന കർമ്മങ്ങളെല്ലാം തന്നെ അത് പകുത്തു നൽകാനുള്ളത് അവന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിരിക്കും. എന്നാൽ മുവഹിദല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ, അവനൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവൻ ആരിലേക്ക് മടങ്ങണം എന്ന പ്രയാസത്തിലായിരിക്കും. ഞാൻ ഇന്ന് വലിയുടെ അടുക്കലേക്കാണോ പോകേണ്ടത്, അതല്ല ഇന്ന് ബീവിയുടെ അടുക്കലേക്കാണോ പോകേണ്ടത് എന്നുള്ള പ്രയാസം അവന്റെ മനസ്സിലുണ്ടാകും. എന്നാൽ ഒരു മുവഹിദ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവൻ ഏത് പ്രയാസഘട്ടത്തിലും അവന്റെ കരങ്ങൾ ഉയരുക ആകാശ ഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രമായിരിക്കും. അതാണ് ഒരു അടിമയുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. വഹഖുൽ ഇബാദി അലല്ലാഹി അല്ലാ യുഅദ്ദിബ മൻ ലം യുശ്രിക് ബിഹി ശൈആ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അള്ളാഹു ചെയ്യുന്ന കാര്യം എന്തെന്നാൽ ആ ശിർക്ക് ചെയ്യാതെ അള്ളാഹുവെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ അള്ളാഹു ശിക്ഷിക്കുകയില്ല.
അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെ കൂടിയ ആളുകളെല്ലാം അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് ഇതാ സന്തോഷിച്ചു കൊള്ളുക. നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ പരമേൽപ്പിക്കുകയും നമ്മുടെ എല്ലാ ആരാധനാ മേഖലകളും അള്ളാഹുവിന് മാത്രം അർപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ സന്തോഷിച്ചു കൊള്ളുക. നമുക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ സന്തോഷിച്ചു കൊള്ളുക. ഈ ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പറയുകയാണ് അള്ളാഹുവോടുള്ള ഒരു അടിമയുടെ ബാധ്യത. അഥവാ അള്ളാഹുവെ മാത്രം ആരാധിക്കുക, അവന് പുറമെ യാതൊന്നിനും പങ്കുചേർക്കാതിരിക്കുക. അള്ളാഹുവോടുള്ള നമ്മുടെ ബാധ്യത വളരെ വലുതാണ്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവോടുള്ള നമ്മുടെ ബാധ്യത വളരെ വലുതാണ്. കാരണം അവൻ നമ്മെ പരിപാലിക്കുകയും ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിക്കുകയും ചെയ്തവനാണ്. അതിനാൽ തന്നെ ഇബാദത്തിനർഹൻ അവൻ മാത്രമാണ്. ഇബാദത്തിനർഹൻ അവൻ മാത്രമാണ്. മാത്രമല്ല, ശിർക്കാകുന്ന ചങ്ങലക്കെട്ടിൽ നിന്ന് നമ്മൾ ബന്ധവിച്ഛേദനം നടത്തുകയും വേണം. അത് ചെറിയ ശിർക്കായാലും വലുതായാലും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കാര്യം എല്ലാ സൃഷ്ടികളുടെ മേലും നിർബന്ധമായ കാര്യമാണ്. അഥവാ അള്ളാഹുവെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചത്. അള്ളാഹു പറഞ്ഞില്ലേ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അള്ളാഹു പറയുകയാണ്, നാം ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും പടച്ചിട്ടില്ല അള്ളാഹുവെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമല്ലാതെ എന്ന് അള്ളാഹു നമുക്ക് അറിയിക്കുകയാണ്. അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത് ഒരിക്കലും അള്ളാഹു അതിലേക്ക് ആവശ്യക്കാരനല്ല. നമ്മൾ അള്ളാഹുവെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന്റെ ആധിപത്യത്തിൽ നിന്ന് എന്തെങ്കിലും കൂടാനോ, അതല്ല എങ്കിൽ നമ്മൾ ആരും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തില്ല എങ്കിൽ അള്ളാഹുവിന്റെ ആധിപത്യത്തിൽ നിന്ന് എന്തെങ്കിലും കുറയാനോ പോകുന്നില്ല. മറിച്ച് അള്ളാഹു നമ്മിൽ നിന്നും മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും വളരെയധികം ധന്യനാണ്. മറിച്ച് നമ്മളാണ് അള്ളാഹുലേക്ക് ആവശ്യക്കാർ. അള്ളാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലയോ ജനങ്ങളെ, നിങ്ങളാണ് അള്ളാഹുലേക്ക് ആവശ്യക്കാർ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു ആകട്ടെ അങ്ങേയറ്റം ധന്യനും സ്തുത്യർഹനുമാണ് എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ്. ഈ ഒരു കാര്യം അഥവാ അള്ളാഹുവോടുള്ള ബാധ്യത എന്താണെന്ന് അറിയിക്കാൻ ആണ് നബിമാരെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. അല്ലാഹു പറഞ്ഞില്ലേ, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു താഗൂത്ത്. ഇതാ എല്ലാ സമുദായത്തിലേക്കും നാം നബിമാരെ നിയോഗിച്ചത് അൻ ഇഅ്ബുദുല്ലാഹ്, അല്ലാഹുവെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറയാനാണ്. വജ്തനിബു താഗൂത്ത്, ദുർമൂർത്തികളെ അല്ലാഹുവിന് പുറമേയുള്ള എല്ലാ ആരാധ്യ വസ്തുക്കളെയും അത് ഉപേക്ഷിക്കാനും അത് പറയാൻ വേണ്ടിയാണ് നബിമാരെ നിയോഗിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ അത് ആദ്യം മുതൽ അവസാനം വരെ തൗഹീദാണ് പറയുന്നത്. അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവോടുള്ള ഈ ബാധ്യതയെ നാം മഹത്വവൽക്കരിക്കണം. അവന് ഇബാദത്ത് ചെയ്യുന്നതിൽ നമ്മൾ ഇഖ്ലാസുള്ളവരാകണം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ ഇഖ്ലാസുള്ളവരാകണം. അതുപോലെ തന്നെ തൗഹീദിന്റെ വിഷയത്തിൽ നമ്മൾ ആത്മരോഷമുള്ളവരായിരിക്കണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തൗഹീദിന്റെ വിഷയത്തിൽ നമ്മൾ ആത്മരോഷമുള്ളവരായിരിക്കണം. അള്ളാഹുവോടുള്ള ബാധ്യത അത് പിച്ചി ചീന്തപ്പെടുമ്പോൾ നമുക്ക് ആത്മരോഷം ഉണ്ടാകണം. അഥവാ ശിർക്കിനെ തൊട്ട് നമ്മൾ താക്കീത് ചെയ്യണം. എങ്ങനെയാണോ സാധിക്കുന്നത് ആ രൂപത്തിൽ ശിർക്കിനെ തൊട്ട് നമ്മൾ താക്കീത് ചെയ്യണം. അതുപോലെ നമ്മുടെ അശ്രദ്ധയിൽ നിന്ന് നാം ഉണരേണ്ടതുണ്ട്. നമ്മൾ എന്തിനാണോ പടക്കപ്പെട്ടത് ആ വിഷയത്തിൽ അതിയായ ശ്രദ്ധ നമുക്കുണ്ടാകണം. നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക, സത്യസന്ധമായി നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കുക. തൗഹീദിന്റെ വിഷയത്തിൽ അള്ളാഹുവെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന വിഷയത്തിൽ, അത് മഹത്വവൽക്കരിക്കുന്ന വിഷയത്തിൽ നാം ഓരോരുത്തരും ഏതവസ്ഥയിലാണ് ഉള്ളത് എന്ന് നാം ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക. നമുക്ക് ലഭിക്കേണ്ട ഏതെങ്കിലും, നമ്മൾ ഉദാഹരണത്തിന് മനസ്സിലാക്കണം, നമുക്ക് ലഭിക്കേണ്ട ഏതെങ്കിലും ഒരു ഹക്ക് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമുക്ക് കുറച്ച് സമ്പത്ത് ആരെങ്കിലും നിന്ന് കിട്ടാനുണ്ട്, ലഭിക്കാനുണ്ട്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ആത്മരോഷം? അല്ലേ, ഒരാൾ നമുക്ക് 50,000 രൂപ തരണമെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമ്മൾ അത് ലഭിക്കാൻ വേണ്ടി എത്രയധികം കോപിക്കും. അതുപോലെ തന്നെ ആ വിഷയത്തിൽ നമുക്ക് എത്ര കണ്ട് ആത്മരോഷം ഉണ്ടാകും. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇതാ ഖബറുകൾ അത് കെട്ടി ഉയർത്തപ്പെടുന്നു. അള്ളാഹു അല്ലാത്ത ആളുകളെ ഇതാ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നു. എന്നിട്ടും നമുക്കൊരു പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിന് പ്രത്യേകിച്ചൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഇല്ല എങ്കിൽ നമ്മൾ ഓരോരുത്തരും സത്യസന്ധമായി നമ്മുടെ ഈമാനിനെ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈമാനിനെ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങൾ, നമ്മളെ പടക്കപ്പെട്ടത് അള്ളാഹുവെ മാത്രമേ ഇബാദത്ത് ചെയ്യണം എന്ന് പറയാൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്?
അതുപോലെ തന്നെ ഓരോ നബിമാരെയും ഈ ദുനിയാവിലേക്ക് അല്ലെങ്കിൽ അവരുടെ സമുദായത്തിലേക്ക് നിയോഗിച്ചത് അള്ളാഹുവെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറയേണ്ട വിഷയത്തിനാണ്. ആ വിഷയം അത് പിച്ചു ചീന്തപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിന് പ്രത്യേകിച്ചൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ അനുഭവപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈമാൻ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോ മുസ്ലിമും തൗഹീദിന്റെ വിഷയത്തിൽ ആത്മരോഷമുള്ളവരാകണം. പ്രിയപ്പെട്ടവരെ, ഹുദ്ഹുദ് നമുക്കറിയാം. ഹുദ്ഹുദ് എന്ന് പറയുന്നത് ഒരു പക്ഷിയാണ്, പക്ഷികളിൽപ്പെട്ട ഒരു പക്ഷിയാണ്. ആ പക്ഷിക്ക് പോലും തൗഹീദിന്റെ വിഷയത്തിൽ ആത്മരോഷമുണ്ടായിരുന്നു. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം നമുക്കറിയുന്നതാണ്. എന്തായിരുന്നു? ഹുദ്ഹുദ് എന്ന് പറയുന്ന പക്ഷിയെ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അത് കാണാതെയായി. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അതെന്നിൽ നിന്ന് പോവുകയും എന്തിന്റെ കാരണം കൊണ്ടാണ് അത് പോയത് എന്ന് വ്യക്തമാക്കിയില്ല എങ്കിൽ, വ്യക്തമായ കാരണം എന്നെ ബോധിപ്പിച്ചില്ല എങ്കിൽ ഞാൻ അതിനെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ ഞാൻ അതിനെ അറുത്തുകളയുകയോ ചെയ്യുമെന്ന് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കിളി വരികയും സൂക്ഷ്മമായ ഒരു കാര്യം സബയിൽ നിന്ന്, സബ ഗോത്രത്തിൽ നിന്ന് ഞാൻ അറിയിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഹുദ്ഹുദ് പറയുകയാണ്, ഇന്നി വജദ്തു ഇംറഅതൻ തംലികുഹും വഊതിയത് മിൻ കുല്ലി ഷൈഇൻ വലഹാ അർശുൻ അളീം. എന്താണ് ഇതാ? സബയിൽ ഒരു ഭരണാധികാരി, സ്ത്രീയായ ഒരു ഭരണാധികാരിയുണ്ട്. എന്താണ് അവളുടെ അവസ്ഥ? അവൾക്ക് എല്ലാ അധികാരവും ലഭിച്ചിട്ടുണ്ട്, അവൾക്ക് വലിയ ഒരു സിംഹാസനവുമുണ്ട്. എന്നിട്ട് അവിടുന്ന് ആ കിളി പറയുകയാണ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോട്. നമുക്കറിയാം സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പക്ഷികളോടും അതുപോലെയുള്ള വസ്തുക്കളോടും അല്ലെങ്കിൽ മൃഗങ്ങളോടും സംസാരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് നൽകിയിരുന്നു. ആ ഹുദ്ഹുദ് വന്നുകൊണ്ട് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, വജദ്തുഹാ വഖൗമഹാ യസ്ജുദൂന ലിശംസ് മിൻ ദൂനില്ലാഹ്. ഇതാ ഞാൻ ആ സമുദായത്തെ കണ്ടത് ഏത് അവസ്ഥയിലാണ്? അവളും അവളുടെ സമുദായവും ഇതാ സൂര്യനെ സുജൂദ് ചെയ്യുകയാണ്. ഒരു കിളിയാണ് വന്ന് പറയുന്നത്. സൂര്യനെ സുജൂദ് ചെയ്യുന്ന അവസ്ഥയിലാണ് ഞാൻ ആ സമുദായത്തെ കണ്ടത്. وزين لهم الشيطان أعمالهم فصدهم عن السبيل فهم لا يهتدون. അവർക്കിതാ ശൈത്താൻ അവരുടെ ആ പ്രവൃത്തി ഭംഗിയുള്ളതായി, അലങ്കാരമുള്ളതായി തോന്നിപ്പിച്ചിരിക്കുകയാണ്. അവരെ ഇതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആ ശൈത്താൻ വഴി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് ആ കിളി പറഞ്ഞ വാക്കെന്താണ്? അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലദീ യുഖ്രിജുൽ ഖബഅ ഫിസ് സമാവാതി വൽ അർദ് വയഅലമു മാ തുഖ്ഫൂന വമാ തുഅ്ലിനൂൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ആ കിളി പറഞ്ഞത്? ഇതാ അള്ളാഹുവിന് മാത്രമേ നമ്മൾ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. ആ കിളിക്കുള്ള ബുദ്ധി പോലും ഇതാ ഇന്ന് നമ്മുടെ മുസ്ലിമീങ്ങളാണ് എന്ന് വാദിക്കുന്നവർക്ക് പോലും ഇല്ല എന്നതാണ് ഖേദകരമായ കാര്യം. ഒരു കിളിക്കുള്ള ബുദ്ധി പോലും ഇല്ലാത്ത ആളുകൾ, നോക്കൂ സഹോദരങ്ങളെ, കാര്യങ്ങൾ മാറി മറിയുന്നത്. ആ കിളി പറയുകയാണ്, അള്ളാഹു ആകാശ ഭൂമികളിലുള്ള എല്ലാ കാര്യങ്ങളും അദൃശ്യമായതും പരസ്യമായതും അറിയുന്ന അള്ളാഹുവെ മാത്രമാണ് സുജൂദ് ചെയ്യേണ്ടത് എന്ന് ഒരു കിളി പറയുകയാണ്. ഒരു പക്ഷി തൗഹീദിനോടുള്ള അതിന്റെ ആത്മരോഷമാണിത്, അതിനോടുള്ള ഗൈറത്താണിത്. സുലൈമാൻ നബിക്ക് കണ്ട കാര്യം വിവരിച്ചു കൊടുക്കുകയാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഖബറുകൾ ആരാധിക്കപ്പെടുമ്പോൾ നമ്മുടെ വിരലുകൾ അതിനെതിരെ ചലിക്കുന്നില്ല എങ്കിൽ, അഥവാ നമുക്ക് അതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കൂ സഹോദരങ്ങൾ, നമുക്കിതാ അവസരങ്ങൾ വളരെയധികമുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ, അതിൽ നമുക്കിതാ പല ആളുകളിലേക്കും അൽഹംദുലില്ലാ ഇന്ന് നമ്മൾ ഒരൊറ്റ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ 1000 ആളുകളിലേക്കും 10000ങ്ങളിലേക്കും തൗഹീദിന്റെ ആ സന്ദേശം അതെത്തിക്കാൻ സാധിക്കും. നമുക്ക് യാത്ര ചെയ്യേണ്ടതില്ല, അതുപോലെ തന്നെ നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. അള്ളാഹു നമുക്കിതാ കാരണങ്ങൾ എളുപ്പമാക്കി തന്നിരിക്കുകയാണ്. പക്ഷേ ഖേദകരമെന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലും നമ്മൾ വളരെയധികം പിന്തി നിൽക്കുന്നു എന്നതാണ് ഖേദകരമായ വാസ്തവം. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഇസ്ലാമിനെതിരായ ഒരു കാര്യം ഇസ്ലാമായി മാറുമ്പോൾ തൗഹീദുള്ളവരുടെ മേലുള്ള ബാധ്യത യഥാർത്ഥ ഇസ്ലാം അത് പ്രചരിപ്പിക്കുക എന്നതാണ്. എങ്ങനെ മടിഞ്ഞിരിക്കാൻ സാധിക്കും സഹോദരങ്ങൾ ഒരു മുവഹീദിന്? എങ്ങനെയാണ് മടിയനായി ഇരിക്കാൻ സാധിക്കുക? തൗഹീദിന്റെ വിഷയം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹക്ക് അത് പിച്ചു ചീന്തപ്പെടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മടിഞ്ഞിരിക്കാൻ സാധിക്കുക? നമ്മൾ ബോധപൂർവ്വം ഇരിക്കണം. അല്ലേ സഹോദരങ്ങൾ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ. കാരണം അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണ്? അയ്യു ദംബി അഅ്വം. ഇതാ തിന്മകളിൽ വെച്ച് ഏറ്റവും കഠിനമായത് ഏതാണ് അള്ളാഹുവിന്റെ റസൂലെ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി എന്താണ്? അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. അള്ളാഹു നിന്നെ പടച്ചവനായിരിക്കെ അവന് പുറമെ നീ ഒരു പകരക്കാരനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തിന്മ, അഥവാ ഏറ്റവും വലിയ ഗുരുതരമായ പാപം എന്നുള്ളത് ശിർക്കാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു. നോക്കൂ സഹോദരങ്ങളെ,
ഷിർക്കിന്റെ വിഷയം, അല്ലെങ്കിൽ ഷിർക്ക് ചെയ്യുമ്പോൾ ആളുകൾ അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ നമ്മൾ നോക്കി കാണണം. നമ്മൾ സത്യസന്ധമായി ചിന്തിക്കുക. നമ്മുടെ അടുക്കലേക്ക് 2 വാർത്ത വരികയാണ്. അത് ഒന്ന്, ഒരു മകൻ സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചു എന്ന വാർത്തയാണ്. മറ്റൊരാൾ വന്ന് പറയുകയാണ്, ഇതാ ഒരാൾ ഷിർക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായി നമ്മൾ മനസ്സിലാക്കണം ഏത് വിഷയമാണ് നമ്മുടെ അടുക്കൽ ഗൗരവമുള്ളത്. സത്യസന്ധമായി സ്വന്തത്തോട് ചോദിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഏറ്റവും വലിയ തിന്മ എന്നുള്ളത് അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹു നിന്നെ പടച്ചവനായിരിക്കെ നീ അവനിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവനെ സമമായി മറ്റൊരാളായി കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തിന്മ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അതുപോലെ നാം ഭയപ്പെടേണ്ട കാര്യമാണ് നമ്മിൽ ശിർക്ക് സംഭവിക്കുമോ എന്നുള്ള കാര്യം. നാം ഓരോരുത്തർക്കും ശിർക്ക് സംഭവിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ വളരെയധികം ഭയപ്പെടണം. നമുക്കൊക്കെ എന്തോ വലിയ ഗ്യാരണ്ടി ഉള്ളതുപോലെയാണ് നമ്മളിതാ ഇതുപോലെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് മരിക്കും എന്ന ഉറച്ച വിശ്വാസം, അല്ലെങ്കിൽ ഉറച്ച ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള അവസ്ഥയാണ്. നോക്കൂ സഹോദരങ്ങളെ, എങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികൾ എന്നുള്ളത്. നാം ഓരോരുത്തരും അങ്ങേയറ്റം ഭയപ്പെടണം ഈ വിഷയം, അല്ലേ? അള്ളാഹു പറഞ്ഞത് എന്താണ്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു പറയുകയാണ്, ഇതാ ശിർക്കാകുന്ന പാപം അതൊരിക്കലും ഒരാൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. അതിന് താഴെയുള്ള പാപങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ്. അള്ളാഹു വ്യക്തമായി പറയുന്നു, ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ശിർക്കുള്ളവന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നരകമാണ് അവന്റെ ഭവനം, അവനതിൽ ശ്വാസത്തിനായിരിക്കും. അള്ളാഹു പറഞ്ഞില്ലേ, വല്ലദീന കഫറു ലഹും നാറു ജഹന്നം ലാ യുഖ്ലാ അലൈഹിം ഫയമൂതു വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ കദാലിക നജ്സി കുല്ല കഫൂർ. അള്ളാഹു പറയുകയാണ്, ഇതാ നരകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൽ പങ്കുചേർത്ത ആളുകൾ, അള്ളാഹുവിനെ നിഷേധിച്ച ആളുകൾ, എന്താണ് അവരുടെ അവസ്ഥ? സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ് എന്താണ് അവരുടെ അവസ്ഥ. അവർക്ക് മരണം വിധിക്കപ്പെടുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് സഹോദരങ്ങളെ നരകം? എന്താണ് നരകം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ലേ സ്വഹാബിമാരോട്, ഞാൻ കണ്ട കാര്യമെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ ചിരിക്കില്ലായിരുന്നു, നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ നരകം, അത് ശിർക്ക് സംഭവിച്ച ആളുകൾക്ക് അതിൽ ശ്വാസതരായിരിക്കും. അവർക്കതിൽ മരണം വിധിക്കപ്പെടുകയില്ല, അവരതിൽ ശ്വാസതരായിരിക്കും. ലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ. അവർക്ക് ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കുകയുമില്ല. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, അങ്ങനെയാണ് കുഫാറുകൾക്ക് നാം പ്രതിഫലം നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. ശിർക്കിൽ വീണു പോകുമെന്ന് നാം ഭയപ്പെടണം സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ഭയപ്പെടണം. എങ്ങനെയായിരുന്നു അമ്പിയാക്കൾ ഈ വിഷയത്തിൽ? മഹാനായ നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അവിടുത്തെ പ്രാർത്ഥന എന്തായിരുന്നു അവിടുത്തെ പ്രാർത്ഥന? വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. എന്തായിരുന്നു സഹോദരങ്ങളെ പ്രാർത്ഥന? ഇതാ അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ നിന്നും വിദൂരമാക്കണേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇമാമുൽ മുവഹിദീൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എങ്കിൽ ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ല പറഞ്ഞതുപോലെ, വമൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം, ആരാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ഈ ഒരു വിഷയത്തിൽ നിന്ന് നിർഭയനായിരിക്കുക? നോക്കൂ സഹോദരങ്ങളെ, മാത്രമല്ല നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാറുള്ള കാര്യം എന്തായിരുന്നു? 3 തവണ ആവർത്തിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരണം തേടുകയാണ്. അല്ലാഹുവേ, കുഫ്ർ സംഭവിക്കുന്നതിൽ നിന്നും ദാരിദ്ര്യം സംഭവിക്കുന്നതിൽ നിന്നും ഞാനിതാ നിന്നോട് ശരണം തേടുന്നു. വഅഊദു ബിക മിൻ അദാബിൽ ഖബർ. അതുപോലെ തന്നെ ഖബർ ശിക്ഷയിൽ നിന്നും അല്ലാഹുവേ, ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എങ്കിൽ നാം ഓരോരുത്തരും എത്ര കണ്ട് ഈ വിഷയത്തിൽ ഗൗരവത്തിലായിരിക്കണം. മാത്രമല്ല സഹാബത്തിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇതാ നിങ്ങളിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം എന്താണത്? ശിർക്കുൽ അസ്ഗറാണ്. സഹാബിമാർ ചോദിച്ചു, വമ ശിർക്കുൽ അസ്ഗർ, എന്താണ് റസൂലെ ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റിയാ, ലോകമാന്യതയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. മറ്റൊരു റിവായത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നമൽ. ഇതാ നിങ്ങളിൽ ശിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗോപ്യമായ രൂപത്തിലാണ്,
നിങ്ങളിൽ ശിർക്ക് സംഭവിക്കുമെന്ന് റസൂൽ അല്ലെങ്കിൽ ഗോപ്യമായ രൂപത്തിൽ നിങ്ങളിലുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ നമ്മുടെ മഹാനായ സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവലൈസ ശിർകു മൻ ജഅലല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിന്റെ റസൂലേ, ശിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ അല്ലാഹുവോടൊപ്പം മറ്റ് ഇലാഹുകളെ ഉണ്ടാക്കി തീർക്കുക എന്നതല്ലേ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണിതാ, നിങ്ങളിൽ വളരെ ഗോപ്യമായ രൂപത്തിൽ അഥവാ റിയാ സംഭവിക്കുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ ഏറ്റവും നല്ല ഹൃദയത്തിന് ഉടമകളായ സഹാബിമാരോട് ഇത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ എത്ര കണ്ട് ഈ വിഷയത്തിൽ ഗൗരവത്തിൽ എടുക്കണം സഹോദരങ്ങളെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് റഹ്മത്തുള്ളതിനാൽ തന്നെ ഇതിനുള്ള മരുന്നും നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അലാ ഉഖ്ബിറുക ബിശൈഇൻ ഇദാ ഖുൽത ദഹബ കസീറുഹു വഖലീലുഹു, ഇതാ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ശിർക്കും വലിയ ശിർക്കും നിങ്ങളിൽ നിന്ന് പോകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. എന്താണ് സഹോദരങ്ങളെ ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം എന്നുള്ള പ്രാർത്ഥന നമ്മൾ വർദ്ധിപ്പിക്കണം സഹോദരങ്ങളെ. അങ്ങനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ റിയാ ആകുന്ന ശിർക്കിൽ നിന്നും അതുപോലെ തന്നെ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുകയാണ്. ഈ പ്രാർത്ഥന നമ്മൾ മനഃപ്പാഠമാക്കണം. നമുക്കറിയില്ല എങ്കിൽ ഇന്ന് തന്നെ ഇതാ നമ്മൾ തീരുമാനമെടുക്കണം. ഈ പ്രാർത്ഥന ഞാൻ പറയാത്ത ഒരു ദിവസമല്ല, ഓരോ മണിക്കൂറുകളും സഹോദരങ്ങളെ ഈ പ്രാർത്ഥന നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد. പ്രിയപ്പെട്ടവരെ, അതുപോലെ നാം ഭയപ്പെടേണ്ട കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്ന ഒരു കാര്യം. എന്താണത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ തഖൂമു സ്സാഅതു ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ വഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മതി അൽ ഔസാൻ. നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എന്റെ ഉമ്മത്തിൽപ്പെട്ട, എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരാണ്? മുസ്ലിമീങ്ങളാണ്. എന്റെ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകളിൽ ശിർക്ക് സംഭവിക്കുന്നതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുപോലെ തന്നെ വിഗ്രഹങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും ആരാധിക്കപ്പെടുന്നതുവരെ ആര്? മുസ്ലിമീങ്ങൾ. എന്റെ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിമീങ്ങൾ ആരാധിക്കുന്നതുവരെ അഥവാ ഔസാനുകളെ, വിഗ്രഹങ്ങളെ, അതുപോലുള്ള കാര്യങ്ങളെ ആരാധിക്കപ്പെടുന്നതുവരെ ഉമ്മത്തിൽ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. നോക്കൂ സഹോദരങ്ങളെ, മുസ്ലിമായി ജനിച്ചവരിൽ ശിർക്ക് സംഭവിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. നമ്മൾ ആരും നിർഭയരാകേണ്ടതില്ല. മുസ്ലിമായിട്ടാണോ ജനിച്ചത് എങ്കിൽ നമുക്ക് ശിർക്ക് സംഭവിക്കില്ല എന്ന് നാം ഒരാളും ചിന്തിക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്, ഇതാ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ മുശ്രിക്കീങ്ങളുമായി കൂടിക്കലരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇതാ നോക്കൂ, മറ്റൊരു ഹദീസിൽ റസൂൽ പറയുകയാണ്, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്ർ സിറാഅൻ ബിസിറാ ഹത്താ ലൗ ദഖല ജുഹ്റ ലബ്ബിൻ ലദഖൽതുമൂഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇതാ നിങ്ങൾക്ക് മുൻപുള്ള കുഫാറുകളായ മുശ്രിക്കീങ്ങളായ അല്ലെങ്കിൽ ജൂതന്മാരുടെ മാർഗം നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. എങ്ങനെയാണ് പിൻപറ്റുക? ശിബ്റൻ ബിശിബ്ർ സിറാഅ വസിറാഅ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളായ പിഴച്ചുപോയ ജൂതന്മാരെയും മറ്റും പിൻപറ്റുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. എന്താണ് സഹോദരങ്ങളെ അവരുടെ സുനൻ? എന്താണ് അവരുടെ സുനൻ? ഖബർ ആരാധനയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന് പുറമേയുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരികയാണ്, നമ്മളിലും അത് സംഭവിക്കുമെന്നുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. നമ്മുടെ മനസ്സിൽ ശിർക്ക് സംഭവിക്കുമോ എന്നുള്ള ആ ഒരു ഭയം
നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടാകണം. ആ പറഞ്ഞ വിഭാഗത്തിൽ ഞാനും നിങ്ങളും പെട്ടുപോകുമോ എന്ന് അങ്ങേയറ്റം ഭയപ്പെടണം. പറഞ്ഞ പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും വർദ്ധിപ്പിക്കണം. അവസാനമായി സഹോദരങ്ങളെ ആവർത്തിച്ചു പറയട്ടെ, നമ്മുടെ മേൽ നമ്മൾ മനസ്സിലാക്കിയ തൗഹീദ് അത് ആളുകളിലേക്ക് എത്തിക്കുക. നമ്മൾ ആളുകളിലേക്ക് തൗഹീദ് എത്തിക്കുക. നോക്കൂ സഹോദരങ്ങൾ, എന്താണ് നരകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് നരകത്തിന്റെ ഭയാനകത? നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മൾ ആ ബാധ്യത മറക്കാൻ പാടില്ല. ശൈത്താന്റെ തെൽബീസിൽപ്പെട്ട അവന്റെ കുതന്ത്രങ്ങളിൽപ്പെട്ട കാര്യമാണ് മുവഹിദീങ്ങളെ തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളത്, പ്രയാസപ്പെടുത്തുക എന്നുള്ളത്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കി അത് മുഖവിലക്കെടുക്കാതെ ഇതാ ശിർക്കാകുന്ന പാപത്തിൽ പെട്ടുപോയ ആളുകളുണ്ട്. അവർക്ക് നമ്മൾ മനോഹരമായ രൂപത്തിൽ അള്ളാഹുവിന്റെ ദീൻ എത്തിച്ചു കൊടുക്കുക. അതിന്റെ പേരിൽ പ്രയാസം സഹിക്കേണ്ടി വന്നാലും നമ്മൾ അത് അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുക. സഹോദരങ്ങളെ, നമുക്ക് എത്തിച്ചേരാനുള്ളത് അള്ളാഹുവിന്റെ സ്വർഗത്തിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ ഹക്ക് അത് പിച്ചു ചീന്തപ്പെടുമ്പോൾ നമ്മൾക്ക് ആത്മരോഷം ഉണ്ടാകണം. ആ വിഷയത്തിൽ നമുക്ക് ആത്മരോഷം ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ വിഷയം നമ്മൾ വളരെയധികം ഗൗരവത്തിലെടുക്കണം. ഇതാണ് യഥാർത്ഥ മുഅ്മിനിന്റെ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അതുപോലെ തന്നെ രണ്ട് സഹോദരങ്ങൾ പ്രത്യേകം പറഞ്ഞ കാര്യമാണ്. ഒരു സഹോദരൻ നമ്മുടെ മസ്ജിദിൽ സ്ഥിരമായി വന്നിരുന്നയാളാണ്. അദ്ദേഹം ഒരു സർജറി കഴിഞ്ഞ് ചെറിയ പ്രയാസത്തിലാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സഹോദരന്റെ പേരക്കുട്ടി ഇതുപോലെ ജനിച്ച ഉടനെ തന്നെ ചെറിയൊരു സർജറി പോലുള്ള കാര്യം കഴിഞ്ഞിട്ടാണുള്ളത്. അവർ ഇരുവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെല്ലാവരെയും നമ്മളെയും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന അവന്റെ നല്ലവരായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുസ്ലിമാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്നah. اللهم إنا نسألك الجنة. اللهم إنا نسألك الجنة. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.